ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വീക്കെൻഡ് വ്ളോഗാണ്. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ വ്ളോഗ്. അപ്പം എന്താ നമ്മൾ വന്നത് അടുത്തുള്ള ഒരു ബീച്ചിലോട്ടാണ്. അപ്പം നമുക്ക് സൺസെറ്റിൻ്റെ ആ ടൈമൊക്കെ വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചു സൺസെറ്റൊക്കെ കണ്ട് ഒന്ന് ചില്ല് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും അതും അച്ഛനും കൂടെയാണ് ഇറങ്ങിയത്. അപ്പം ഈ ബീച്ച് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ വ്ളോഗിൽ തന്നെ ഞാൻ അതിൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് ഇവിടെ വച്ചാണ് ചെയ്തത്. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ട് ഇപ്പം തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ബീച്ച് വൈബുള്ള ഒരു സ്ഥലമാണിത്. അപ്പം അതിന് ബീച്ചൊക്കെ ഭയങ്കര ഇപ്പം ഇഷ്ടമായി വരുന്നുണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യം ബീച്ചിലൊക്കെ കൊണ്ടുപോയപ്പം ഇച്ചിരി ഓക്കെ ആയിരുന്നു. പച്ചപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ മണലെത്തിയപ്പം തന്നെ അത് ഹാപ്പിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടുക നടന്ന് പോകുന്നുണ്ട്. ഇനി കണ്ട് നമുക്കറിയാം എന്താണെന്ന്. നമ്മളിപ്പോൾ ഉള്ള ബീച്ചെന്ന് പറഞ്ഞാൽ അടിമലത്തുറ ബീച്ചാണ്. ഇതിന് തൊട്ടടുത്താണ് ആഴിമല ക്ഷേത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട്. കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ആഴിമല ക്ഷേത്രത്തിലോട്ട്. അതാ പിള്ളേരൊക്കെ അവിടെ പട്ടമൊക്കെ പറത്തി കളിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന് പട്ടം വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ അവൻ കീറിക്കളയും. അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. അത് ഏകദേശം സൺസെറ്റൊക്കെ ആവാറായി. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടിനും ഒക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇത് നല്ലൊരു പ്ലേസാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ. അപ്പുറത്ത് നല്ല ഗ്രീനായിട്ടുള്ള ഗ്രീനറി സീനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ആപ്റ്റ് പ്ലേസാണിത്. അപ്പം അതും അച്ഛനൊന്ന് ഫ്രണ്ടിലോട്ട് കടലിലോട്ടൊക്കെ പോകുന്നുണ്ട്.
കടലിലൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് 2 വാവയും കൂടെ ഇരുന്ന് കടലിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ അത് ഹാപ്പിയായി. പിന്നെ കാട്ടിലോട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ അവരെ കൂടെ നിന്ന് നോക്കുകയാണ്, അവർ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവരിതാ ഇറങ്ങിയത് കളിക്കാൻ തുടങ്ങി വീണ്ടും. അങ്ങനെ വന്നിട്ട് ഇത്രയും നേരം റെസ്റ്റ് ഇല്ലാതെ അച്ഛനും അതും കൊടുത്ത് വെള്ളത്തിൽ കളിയായിരുന്നു. അങ്ങനെ കളിച്ച് അടുത്തുള്ള പിള്ളേരെയൊക്കെ ആയിട്ട് കളിച്ച് ചെന്നപ്പോഴാണ് 2 ഫോറിനേഴ്സിനെ കണ്ടത്. അപ്പോൾ അവരിതാ അത് ഹായൊക്കെ പറഞ്ഞ് അവരെയും വശീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വന്ന് അതിൻ്റെ പേരൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇഷാൻ എന്നാണ്. അങ്ങനെ അവർ കുറച്ച് നേരം അതുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തായിരുന്നു. അവന് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവരുടെ പേരെന്ന് പറഞ്ഞാൽ മാർത്ത എന്നാണ്. അങ്ങനെ അവരിതാ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തു അവൻ്റെ. പിന്നെ ഒരു ഹായ് ബായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയി. അതിനിവിടെ അതിന് ഇഷ്ടപ്പെട്ടു. ഒരു കരച്ചിലും ഇല്ല, വാശിയില്ല. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന അടുത്തത് അതിന് പട്ടം അവൻ കണ്ടു. പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. വാങ്ങിച്ചു കൊടുത്തിപ്പോൾ കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമായില്ല. അങ്ങനെ ഓടി നടന്ന് കളിക്കുകയാണ്. ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീക്കെൻഡ് നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ആഘോഷിച്ചു. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ്. അതിന് വരാൻ ഒരു താല്പര്യമില്ലാമെന്ന് ഓടി നടക്കുകയാണ്. അങ്ങനെ അവനെ ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അതും ഒരുപാട് പിള്ളേരെയൊക്കെ കണ്ടോളൂ ഭയങ്കര ഹാപ്പിയായിട്ട് ഓടി ചാടി നടക്കുകയാണ്. ഇങ്ങനെ എങ്ങോട്ട് ഓടണമെന്ന് പറഞ്ഞോടാ, അവൻ ലക്കില്ലാതെ ഓടുകയാണ്. ഏതൊരു ചേട്ടനെ കണ്ടു, ആ ചേട്ടൻ്റെ ബാക്കിലോട്ട് പോകണം. പക്ഷെ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല, പോയി നേരതാ ഒരു കുഴിയിൽ ചെന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഗായ്സ് നമ്മളെ വീക്കെൻഡ് അടിപൊളിയായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പം ഏകദേശം നമ്മൾ വീട്ടിലോട്ട് പോകാനൊക്കെ ടൈമായി. അപ്പം നമ്മളുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ.